കണ്ടല സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള ഇ ഡി അന്വേഷണം തുടരുകയാണ്. കണ്ടല ബാങ്ക് തട്ടിപ്പിൽ കൂടുതൽ പേരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തും എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. CPI നേതാവും ബാങ്ക് മുൻ പ്രസിഡന്റുമായ N. ഭാസുരാംഗനും ഭാര്യയും അടക്കം 5 കുടുംബ അംഗങ്ങളാണ് കേസിലെ നിലവിൽ പ്രതികൾ. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഇതര പാർട്ടികളിൽ നിന്നുള്ള നേതാക്കളും പ്രവർത്തകരുമൊക്കെ കൂട്ടത്തോടെ BJPയിൽ ചേരുന്നതിൽ വലിയ ആശങ്കയിൽ തന്നെയാണ് CPM. എറണാകുളം ജില്ലാ നേതൃത്വവും ഇതേ ആശങ്കയിൽ തന്നെയാണ്. പാർട്ടിയുടെ മുഖം രക്ഷിക്കാൻ അച്ചടക്ക നടപടികൾക്ക് വിധേയരായ ജില്ലയിലെ നേതാക്കൾ BJPയിൽ ചേരാനുള്ള നീക്കങ്ങൾ തുടങ്ങിയതോടെ അവരെ ജില്ലാ കമ്മിറ്റിയിൽ തിരിച്ചെടുക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുകയാണ്. എന്തായാലും ഈ 2 വാർത്തകൾ സംബന്ധിച്ചുള്ള വിവരങ്ങളുമായി കിരൺ കുമാർ ചേരുന്നുണ്ട്. കിരൺ, നമുക്കറിയാം BJPയിലേക്കുള്ള ഒഴുക്ക് തുടരുകയാണ്. മറ്റ് പാർട്ടികളിൽ നിന്ന് BJPയുടെ നേതൃപാടവം ആകർഷകരായി തന്നെയാണ് അവർ വരുന്നത്. എന്തായാലും വലിയ ഭയത്തിൽ തന്നെയാണ് CPMും കോൺഗ്രസും ഒക്കെ മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം കൊച്ചിയിലെ CPM, എറണാകുളം ജില്ലാ CPM നേതൃത്വം വലിയ ആശങ്കയിലാണ്. കാരണം അച്ചടക്ക നടപടി നേരിട്ട പലരും ജില്ലയിലെ നേതാക്കളിൽ ഉൾപ്പെടുന്നവരെല്ലാം BJPയിലേക്ക് ചേരാനുള്ള ചില നീക്കങ്ങൾ തുടങ്ങിയതായി അറിയാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇവരെ അനുനയിപ്പിക്കുന്നതിന്റെ ഭാഗമായി അവരെ വളരെ പെട്ടെന്ന് തന്നെ ജില്ലാ കമ്മിറ്റിയിലേക്ക് തിരിച്ചെടുത്തു എന്നും അറിയാൻ കഴിയുന്നുണ്ട്. എന്താണ് ഈ വാർത്ത സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ? രോഹിണി, സംസ്ഥാനത്ത് കോൺഗ്രസ് നേതാക്കൾ പലരും BJPയിലേക്ക് ചേരുന്ന ഒരു സാഹചര്യത്തിൽ തങ്ങളുടെ നേതാക്കളോ പാർട്ടി പ്രവർത്തകരോ ആരും തന്നെ BJPയിലേക്ക് പോകില്ല എന്നുള്ളൊരു അവകാശവാദമായിരുന്നു CPM ആദ്യം ഉന്നയിച്ചിരുന്നത്. എന്നിരുന്നാൽ പോലും CPM വലിയൊരു ആശങ്കയിലാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇടയ്ക്ക് തന്നെ, അതായത് തൊട്ടടുത്ത ജില്ലയായിട്ടുള്ള ഇടുക്കിയിൽ മുൻ MLA S. രാജേന്ദ്രൻ അടക്കം BJP നേതൃത്വവുമായിട്ട് ചർച്ച നടത്തി എന്നുള്ളൊരു വിവരങ്ങൾ പുറത്തു വന്നതോടുകൂടി തന്നെ പാർട്ടി നടപടികളുടെ ഭാഗമായിട്ട് പാർട്ടി സ്ഥാനങ്ങളിൽ നിന്ന് തരം താഴ്ത്തപ്പെട്ടിട്ടുള്ള ജില്ലയിലെ CPM നേതാക്കളെ തിരിച്ച് എത്തിക്കുന്നതിന് വേണ്ടി, അവരെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ CPM ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ, അതിൽ ഉപതെരഞ്ഞെടുപ്പ് അടക്കമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലടക്കം ചില നേതാക്കളെ CPM കരുവാക്കിയിരുന്നു. അതായത് LDFന്റെ ദയനീയമായ തോൽവിയിൽ അത് ചില നേതാക്കളുടെ മേലിൽ കെട്ടിവെച്ചുകൊണ്ടായിരുന്നു അന്ന് പാർട്ടി മുഖം രക്ഷിക്കാനായിട്ട് ശ്രമിച്ചിരുന്നത്. അതിലൊന്ന് പെരുമ്പാവൂരിലെ തെരഞ്ഞെടുപ്പായിരുന്നു. ഒപ്പം തന്നെ തൃക്കാക്കരയിലെ ഉപതെരഞ്ഞെടുപ്പ് അടക്കം ഈ 2 തെരഞ്ഞെടുപ്പുകളിലും പാർട്ടിയുടെ ദയനീയമായ പരാജയം. ഈ പരാജയങ്ങൾ അന്ന് ജില്ലാ കമ്മിറ്റിയിലുള്ള ഈ സമയത്ത് തിരഞ്ഞെടുപ്പ് കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്ന നേതാക്കളിലേക്ക് കെട്ടിവെക്കുകയും പിന്നീട് അവരെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് തരം താഴ്ത്തുകയും ചെയ്തിരുന്നു. അതിലൊന്ന് പെരുമ്പാവൂരിൽ NC മോഹനായിരുന്നു. പെരുമ്പാവൂരിൽ തന്നെ അറിയപ്പെടുന്ന ഒരു CPM നേതാവ്, CPMന്റെ സമുന്നതനായിട്ടുള്ള ഒരു നേതാവ്. ഇങ്ങനെ ആദ്യം NC മോഹനെതിരായിട്ട് നടപടിയെടുക്കുന്നു. തൊട്ടു പിന്നാലെ തന്നെ തൃക്കാക്കര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് CK മണിശങ്കറിനെയും ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. ഇപ്പോൾ ഇവരെ 2 പേരെയും തിരികെ എടുത്തുകൊണ്ട് ഇപ്പോൾ ഈ രാജ്യഭീഷണി, ഈ BJPയിലേക്ക് ചേരാൻ പോകുന്നു എന്നുള്ളൊരു കാര്യങ്ങൾ, അതിനെ തടയിടാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് പ്രധാനമായിട്ടും നടത്തുന്നത്. ഈ 2 നേതാക്കളുടെയും നിലപാട് തന്നെ തങ്ങൾക്ക് ഒരു നല്ലൊരു അവസരം, അല്ലെങ്കിൽ നല്ലതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ BJPയിലേക്ക് ചേരും എന്നുള്ളൊരു നിലപാട് തന്നെയാണ്. തങ്ങളുടെ ഭാഗത്തു നിന്നുമുള്ള തെറ്റുകൊണ്ടല്ല, തങ്ങളുടേതല്ലാത്ത തെറ്റുകൊണ്ടാണ് നിലവിൽ ഇപ്പോൾ പാർട്ടി നടപടി അവർക്കെതിരെ എടുത്തത് എന്നുള്ളൊരു കാര്യമാണ്. മാത്രവുമല്ല, ചില നേതാക്കൾ, പ്രത്യേകിച്ച് ജില്ലയുടെ കിഴക്കൻ മേഖലയിലുള്ള നേതാക്കളും ഇതേപോലെ തിരികെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതിലൊന്ന് കൂത്താട്ടുകുളം ഏരിയ സെക്രട്ടറി ആയിരുന്ന ഷാജു ജേക്കബാണ്. ഇയാളെ തിരികെ പാർട്ടിയിലേക്ക് എടുത്തിട്ടുണ്ട്. കൂടാതെ നേരത്തെ ജില്ലാ കമ്മിറ്റി ചേരുന്നതിനിടയിൽ ഉണ്ടായ ഒരു തർക്കത്തെ തുടർന്ന് വഴക്കിട്ടിറങ്ങിപ്പോയ PN ബാലകൃഷ്ണനെയും തിരികെ ജില്ലാ കമ്മിറ്റിയിലേക്ക് എടുക്കാനുള്ള നടപടികളാണ് ഏതായാലും CPMന്റെ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിൽ തന്നെ പാർട്ടി പ്രവർത്തകർ BJPയിലേക്ക് കൊഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഏതായാലും ഈ ഒരു നടപടികളിലേക്ക്, പാർട്ടി പ്രവർത്തകരെ തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടിയുള്ള നടപടികളിലേക്ക് CPM നേതൃത്വം കടന്നിരിക്കുന്നത്. രോഹിണി.